നമുക്ക് കുറച്ച് ചിക്കൻ വരട്ടാം. ഇത് നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ അത് നമുക്കും കൂടി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 3 കിലോ ചിക്കൻ്റെ ഇറച്ചിയാണ് എടുത്തേക്കണത്. അപ്പോൾ അത് അധികം മസാലയൊന്നും ഇല്ലാതെ ഉള്ളിയും തക്കാളിയും ഒന്നും കൂട്ടാതെയാണ് നമ്മളിത് വരട്ടിയെടുക്കുന്നത്. ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കണം. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 കിലോ കോഴിയുടെ ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വെള്ളം മാറാൻ വെക്കണം. നല്ലോണം വെള്ളം മാറുന്നതിൻ്റെ ശേഷം നമുക്കിത് മസാല കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നന്നായി കഴുകിയിട്ട് ഒരു ഓട്ടപാത്രത്തിൽ ഒരു 10 മിനിറ്റ് വെള്ളം നല്ലോണം മാറുന്നവരെ വെക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മസാല കൂട്ടണം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് മുളകും പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് സുറുക്കിയും കൂടിയിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം തിരുമ്പിയിട്ട് അതോടെ 10 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ കൂടുതൽ മസാല ഒന്നും ഇതിലിടണില്ല, കുറച്ച് ഇട്ടാൽ മതി. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ സുറുക്ക തന്നെ ഒഴിക്കണം കേട്ടോ. സുറുക്ക ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. കൂടുതൽ നേരമൊന്നും വെക്കണ്ട, കുറച്ച് നേരം വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. എല്ലായിടത്തേക്കും ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കയ്യിൽ വെച്ചിട്ടോ ടീസ്പൂൺ വെച്ചിട്ടോ ഒന്നും ഇളക്കിയത് ആവില്ല. കൈ വെച്ചിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവരും ബീഫൊക്കെ എല്ലാം വരട്ടി കൊണ്ടുപോവുക. അപ്പോൾ ചിക്കൻ ഇതേപോലെ ഒന്ന് വരട്ടി കൊണ്ടുപോയാൽ എന്ത് നല്ലൊരു ടേസ്റ്റാണിത്. ഇത് കേടും വരില്ല ഇങ്ങനെ വരട്ടി കൊടുത്തയച്ചാൽ. ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായാൽ നമുക്ക് അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ നമുക്ക് ഈ ചിക്കനൊക്കെ അതിൽ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് തോനിട്ടിട്ട് നമുക്കിത് ചിക്കൻ വറുത്തെടുക്കുക. നല്ലോണം ഒന്നും പൊരിച്ചെടുക്കണില്ലല്ലോ, കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ വലിയ ഉരുളി അല്ലാത്ത കാരണം കൊണ്ട് 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുത്തത്. നമുക്കതിൽ നിന്ന് കുറച്ച് എണ്ണ കൊണ്ട് മാറ്റിയെടുക്കണം. എത്ര എണ്ണ വേണ്ട നമുക്കിത് വരട്ടിയെടുക്കാൻ. കുറച്ച് എണ്ണയിലാണ് നമ്മളിത് വരട്ടിയെടുക്കുന്നത്. ഞാൻ എണ്ണയിൽ നിന്ന് നമുക്ക് കുറച്ച് എണ്ണ കൊണ്ട് ഒരു കയ്യിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ കൊണ്ട് കോരി മാറ്റണം. കുറച്ച് എണ്ണ മതി ഇത് മസാല ആക്കാൻ. ഇനി നമുക്കതിലേക്ക് ഒരു മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് പെരിഞ്ചീരകം ഇടണം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല, 2 കഷ്ണം ഇഞ്ചി, ഇതൊക്കെ കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം. ചതച്ചാൽ പോരെ, ഒന്ന് അരച്ചെടുക്കണം. നമ്മളിത് ഈ അരച്ചതൊക്കെ നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതേപോലെ ആയി കിട്ടണം. ഞാൻ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇതെന്തായാലും കൂടുതലുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് മാറ്റിയിടണം കേട്ടോ. കുറച്ച് എണ്ണയിലാണ് നമ്മളിത് വരട്ടിയെടുക്കണത്. ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒരിഞ്ഞാൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി, വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളക് എന്തായാലും ഇടണം. ഇനി 2 ടീസ്പൂണ് ചിക്കൻ മസാലയുടെ പൊടി, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇനി 2 ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി, അതും ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ്, നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടതാണ്, എന്നാലും ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നാലും മസാലയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ആ ജാറൊന്ന് കഴുകിയിട്ട് അതും കുറച്ച് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മസാല ഒക്കെ ഒന്ന് ഗ്രേവി ആകാൻ വേണ്ടിയിട്ടാണ്, എന്നാലും നമുക്ക് ഇറച്ചിയിൽ പിടിക്കുകയുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ ഇറച്ചിയിൽ എല്ലാ ഭാഗത്തേക്കും പിടിക്കില്ല. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം. ഇറച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം എല്ലായിടത്തേക്കും ഇളക്കിയിട്ട് മസാല എല്ലായിടത്തേക്കും പിടിക്കുന്ന വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അധികം ഗ്രേവിയൊന്നും ഇല്ലാത്തതല്ല, അപ്പോൾ എല്ലായിടത്തേക്കും പിടിക്കുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലോണം വലിയുന്ന വരെ, നല്ല ഒരു കഷ്ണത്തിനോട് തൊടാത്ത രീതിയിൽ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതേ കളറാവും നമ്മുടെ ചിക്കൻ വരട്ടിയത്. ഒരു കഷ്ണത്തിന്മേൽ തൊടരുത്, അങ്ങനെ നമ്മളിത് ആക്കിയെടുക്കണം.
നമുക്കിത് അവർക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് കറി ആക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് തക്കാളിയും സബോളയും കൂടി വാട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൽ ഒരു മസാല ഇടേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പ് നോക്കിയിട്ടിരുന്നുള്ളൂ, ഉപ്പാട്ട് ഇടുക, അത്ര തന്നെ വേണ്ടുള്ളൂ. വേറെ ഒരു മസാല ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കറി ആക്കുന്നുണ്ടെങ്കിൽ. അവർക്ക് ഇനി കുബൂസോ പൊറോട്ട പത്തിരിയോ പുട്ടോ എന്ത് വേണേലും ഇതിനി കറിയാക്കിയിട്ടും കഴിക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കൊടുത്തയക്കണത് തക്കാളിയും സബോളയും ഒന്നും ഇടാതെ നമ്മളിത് കൊടുത്തയക്കണത്. ഇനി അവർക്ക് കറി ആക്കണമെങ്കിൽ ഇതിലൊന്നും ഇടണ്ട, ഒരു മസാല ഇടാതെ തന്നെ നമുക്കിത് അവർക്ക് കറിയാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അത് നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷമാണ് പാക്ക് ചെയ്യാവൂ. ചൂട്ടോടക്കനെ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വയർപ്പൊക്കെ ആയിട്ട് സാധനം കേട് വരും. പാത്രത്തിലേക്ക് ആക്കുമ്പോൾ നമുക്കിത് പാത്രത്തിൽ വെള്ളം നനവ് ഒന്നും ഉണ്ടാവരുത്. ഇതേപോലെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ചൂടാറിയാലും ഒന്ന് പാക്ക് ചെയ്യാം. നല്ലോണം ചൂടാറണം. നല്ലോണം ചൂടാറില്ലെങ്കിൽ നമുക്ക് സാധനം കേട് വരും. ഇതൊരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് നമുക്ക് ചോറൊക്കെ പാക്ക് ചെയ്യണൊരു പേപ്പർ ഉണ്ടല്ലോ, അത് അതിലേക്ക് വിരിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിത് വാഴൻ്റെ ഇലയിലാണ് പൊതിയുന്നത്. വാഴൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടെണ്ണം മുറിച്ചിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഈ വാഴൻ്റെ ഇലയിൽ പൊതിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. ഈ വാഴൻ്റെ ഇല വാട്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് വലിയൊരു പാത്രത്തിലാണ് നമ്മളിത് ചൂടാറാൻ വെച്ചത്. പ്രത്യേകം പറയണത് എന്താ വെച്ചാൽ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വയർപ്പൊക്കെ തട്ടിയിട്ട് സാധനം കേട് വരും. അപ്പോൾ നല്ലോണം ചൂടാറിയാലേ നമുക്കിത് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂടാറിയിട്ട് ആക്കുമ്പോൾ നമുക്കിത് എത്ര വേണമെങ്കിലും ഇത് സാധനം കേട് വരാതിരിക്കും. അപ്പോൾ എല്ലാവരും ഇതും ഇതേപോലെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് വരട്ടിയിട്ട് കൊടുത്ത് വിടുക. ഒരു കംപ്ലൈൻറ്റും വരില്ല, ധൈര്യമായിട്ട് നമുക്കിത് കൊടുത്ത് വിടാം. ഇപ്പോൾ ഫ്രഷ് ചിക്കൻ എടുത്തിട്ട് നമുക്കിത് നമ്മുടെ നാട്ടിൽ നിന്നാകുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക. അവിടെ ആകുമ്പോൾ ഫ്രഷൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണിത്. ഇനി അവർക്ക് കറി ആക്കണമെങ്കിൽ ഇത് നല്ല ഗ്രേവിയോട് കൂടിയിട്ട് അവിടെ കറി ആക്കുകയും ചെയ്യുക. ഇത് പ്രത്യേക സാധനങ്ങളൊന്നും ഇടണ്ട, തക്കാളിയും സബോളയും മാത്രം വാട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി കൊടുത്തു വിടാനല്ലെങ്കിൽ നമുക്കിത് കഴിക്കാനാണെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.